2020 ടീമിൽ സ്ഥിരമായതോടെ എല്ലാവരും മറന്നുപോയ ഒന്നാണ് സഞ്ജു സാംസണിൻ്റെ ഏകദിന കരിയർ. കൃത്യമായി പറഞ്ഞാൽ ഗൗതം ഗംഭീർ ഇന്ത്യൻ കോച്ചായി സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷമാണ് സഞ്ജു ഏകദിന ടീമിൽ ഇല്ലാതെയായി മാറിയത്. അതായത് 2024 ലങ്കം പര്യടനം മുതൽ സഞ്ജുവിനെ ഏകദിന ടീമിൽ നിന്നും അടർത്തി മാറ്റി 2020 ടീമിൽ പ്രതിഷ്ഠിക്കുകയായിരുന്നു ഗംഭീർ ചെയ്തത്. അന്ന് പലരും ഈ തീരുമാനത്തെ എതിർത്തിരുന്നുവെങ്കിലും ആ തീരുമാനം ഒരുപക്ഷേ സഞ്ജുവിൻ്റെ കരിയറിൽ ടേണിംഗ് പോയിൻ്റായി മാറി. ഇന്ത്യക്കൊരു എക്സ്പ്ലോസീവ് ഓപ്പണറേയും കിട്ടി. സഞ്ജു ടീമിൽ സ്ഥിരമായി മാറുകയും ചെയ്തു. എന്നാൽ സഞ്ജുവിന് ഏകദിന ടീമിൽ നിന്നും സ്ഥാനം നഷ്ടമായി എന്നൊരു മറുവശം കൂടി ഇതിനുണ്ട്. ഏകദിന ടീമിൽ വിക്കറ്റ് കീപ്പർ റോൾ ചെയ്യാൻ ഗംഭീർ വിശ്വാസമർപ്പിച്ചത് രണ്ടുപേരെയാണ്. ഒന്ന് KL രാഹുൽ, മറ്റൊന്ന് ഋഷഭ് പന്ത്. അതേസമയം 2020 ടീമിൽ ഇവരെ പരിഗണിക്കാതെ സഞ്ജുവിന് ഇടം കൊടുക്കുകയും ചെയ്തു. 2020ലും ഏകദിനത്തിലും രണ്ട് വ്യത്യസ്ത സമീപനങ്ങളാണ് താൻ സ്വീകരിക്കുന്നത് എന്ന സന്ദേശമായിരുന്നു ഗംഭീർ നൽകിയത്. സഞ്ജുവിനെ ഏകദിന ടീമിൽ നിന്നും മാറ്റിയതിനെതിരെ അന്ന് വലിയ വിമർശനങ്ങളുണ്ടായിരുന്നു. വിമർശനങ്ങൾ എന്ന് പറയുമ്പോൾ മലയാളികൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ഇമോഷണൽ വരികൾ മാത്രമല്ല, പല മുൻ താരങ്ങളും ഈ തീരുമാനത്തിനെതിരെ രംഗത്തെത്തി. ഉദാഹരണം ഹർഭജൻ സിംഗ്. സത്യം പറഞ്ഞാൽ അവനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. എപ്പോഴെല്ലാം അവൻ റൺസ് അടിച്ചു കൂട്ടുന്നുവോ അപ്പോഴെല്ലാം ടീമിൽ നിന്നും ആദ്യം പുറത്തു പോകുക അവനായിരിക്കും. ഒരു ടീമിൽ 15 പേരെ മാത്രമേ ഉൾപ്പെടുത്താൻ സാധിക്കൂ എന്ന് എനിക്കറിയാം. പക്ഷേ അവൻ്റെ ഏകദിന ആവറേജ് 55-56 എന്നിട്ടും അവനെ സെക്കൻഡ് വിക്കറ്റ് കീപ്പറായി പോലും ഉൾപ്പെടുത്തിയില്ല. ഹർഭജൻ സിംഗ് അന്ന് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: IPLിലൂടെ വരവഴിച്ച സഞ്ജു 2020 താരമെന്ന നിലയിലാണ് ബ്രാൻഡ് ചെയ്യപ്പെട്ടത്. വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കുക എന്നത് കടുപ്പമുള്ള കാര്യമായിരുന്നു. കാരണം കടുത്ത കോമ്പറ്റീഷനിലിടമായിരുന്നു അത്. ഒരുപാട് കാലം മഹേന്ദ്ര സിംഗ് ധോണി അവിടെ ഉണ്ടായിരുന്നു. ദിനേശ് കാർത്തിക്, ഋഷഭ് പന്ത്, KL രാഹുൽ, ഇഷാൻ കിഷൻ അടക്കമുള്ള വിക്കറ്റ് കീപ്പർമാരുടെ നീണ്ട നിരയുള്ള ഇന്ത്യൻ ടീമിൽ ഒരു അവസരം സഞ്ജുവിന് അപൂർവമായി വീണ് കിട്ടുന്ന ഒന്നായിരുന്നു. അങ്ങനെ ബെഞ്ചിലും ഇടയ്ക്ക് മാത്രം കിട്ടുന്ന അവസരങ്ങളിലും നല്ല പ്രായം തള്ളി നീക്കുകയായിരുന്നു സഞ്ജു. അതിനിടെയാണ് ഏകദിന ടീമിലേക്ക് സഞ്ജുവിന് വിളിയെത്തുന്നത്. കോവിഡ് സമയത്തുള്ള ലങ്കൻ പര്യടനമായിരുന്നു അത്. അതിൽ കളത്തിലിറങ്ങിയ ഏക മത്സരത്തിൽ 46 റൺസ് എടുത്തു. ഏകദിനത്തിൽ അടുത്ത അവസരം കിട്ടുന്നത് കൃത്യം ഒരു വർഷത്തിന് ശേഷം വിൻഡീസ് പര്യടനത്തിലാണ്. 12, 54, 6 നോട്ടൗട്ട് എന്നിങ്ങനെയായിരുന്നു സഞ്ജുവിൻ്റെ സ്കോറുകൾ. പിന്നാലെ സിംബാബ്വൻ പര്യടനത്തിലേക്ക് വിളിയെത്തി. 43 നോട്ടൗട്ട്, 15 എന്നിവയായിരുന്നു ആ പര്യടനത്തിലെ സ്കോറുകൾ. കോഹ്ലി, രോഹിത് അടക്കമുള്ളവർക്ക് റെസ്റ്റ് പ്രഖ്യാപിച്ച് ഏതാണ്ട് ജൂനിയർ ടീമുമായി പോകുന്ന ഇന്ത്യൻ ടീമുകളായിരുന്നു സഞ്ജുവിൻ്റെ സ്ഥാനം. വീട് കിട്ടുന്ന അവസരങ്ങളിൽ മിഡ് ഓർഡറിൽ സാന്നിധ്യം അറിയിച്ചതോടെ സഞ്ജു ഏകദിന ടീമിൽ സ്ഥിരമായി തുടങ്ങി. ആ വർഷം തന്നെയുള്ള ദക്ഷിണാഫ്രിക്കയുമായുള്ള ഏകദിന പരമ്പരയും സഞ്ജു സ്പോട്ടിറപ്പിച്ചു. ലക്നൌവിലെ ഏകാന ക്രിക്കറ്റ് സ്റ്റേഡിയമായിരുന്നു ആദ്യ മത്സരത്തിന് വേദിയായത്. കാലാവസ്ഥ വില്ലനായ ആദ്യ മത്സരത്തിൽ മത്സരം 40 ഓവറാക്കി വെട്ടിച്ചുരുക്കി. മില്ലറുടെയും ടാസിൻ്റെയും ഇടുക്കിൽ ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ 240 റൺസ് പിന്തുടർന്ന ഇന്ത്യയുടെ മുൻനിര തകർന്നടിഞ്ഞു. ധവാൻ, ഗിൽ, ഗെയ്ക്വാദ് അടക്കമുള്ള മുൻനിര മടങ്ങിയതോടെ ഇന്ത്യ 51-4 എന്ന നിലയിലേക്ക് കൂപ്പുകുത്തി. പക്ഷേ 63 പന്തിൽ 86 റൺസുമായി സഞ്ജു തൻ്റെ കരിയർ ബെസ്റ്റ് ഇന്നിംഗ്സ് കളിച്ചു. 9 റൺസിന് ഇന്ത്യ പരാജയപ്പെട്ടെങ്കിലും സഞ്ജു നോട്ടൗട്ടായി മികച്ച പോരാട്ടം തന്നെ നടത്തി. ഈ പരമ്പരയിലെ 3 മത്സരങ്ങളിലും സഞ്ജുവിനെ അവസരം കിട്ടി. തൊട്ടടുത്ത മത്സരത്തിൽ 30 റൺസുമായും 2 റൺസുമായും സഞ്ജു നോട്ടൗട്ടായി നിന്നു. പിന്നാലെ നടന്നത് ന്യൂസിലാൻഡ് ടൂറായിരുന്നു. ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പറായി ഇടം പിടിച്ച പരമ്പരയിൽ 6ാം ബാറ്ററായി സഞ്ജു ഇടം പിടിച്ചു. ആദ്യ മത്സരത്തിൽ 36 റൺസുമായി സാന്നിധ്യം അറിയിക്കുകയും ചെയ്തു. പക്ഷേ 2ാം മത്സരത്തിൽ സഞ്ജുവിനെ ടീമിൽ നിന്നും മാറ്റി നിർത്തി. പന്ത് വിക്കറ്റ് കീപ്പറായുള്ള ടീമിൽ ദീപക് ഹൂഡയെയാണ് കളിപ്പിച്ചത്. പിന്നാലെ ഇന്ത്യ നടത്തിയത് ഏകദിന ലോകകപ്പിന് മുന്നോടിയായുള്ള ഏകദിന പരമ്പരകളാണ്. കോഹ്ലിയും രോഹിത്തും രാഹുലും അടക്കമുള്ളവർ ടീമിലേക്ക് മടങ്ങിയെത്തി. സഞ്ജുവിന് അതോടെ ടീമിൽ ഇടമില്ലാതെയായി. ബംഗ്ലാദേശ്, ലങ്ക, ന്യൂസിലാൻഡ്, ഏഷ്യ കപ്പ് എന്നീ ടൂർണമെൻറ്റുകളിലൊന്നും സഞ്ജുവിന് ഇടം ലഭിച്ചില്ല. KL രാഹുലായിരുന്നു വിക്കറ്റ് കീപ്പർ ബാറ്ററുടെ റോളിൽ ഉണ്ടായിരുന്നത്. ഇടയ്ക്ക് ഇഷാൻ കിഷനും അവസരം ലഭിച്ചു. സ്വാഭാവികമായും ടീമിലില്ലായിരുന്ന സഞ്ജു ലോകകപ്പ് ടീമിൽ ഉണ്ടാകില്ല എന്നുറപ്പായിരുന്നു. രാഹുലും കിഷനും തന്നെയായിരുന്നു ലോകകപ്പ് ടീമിലുണ്ടായിരുന്നത്. ലോകകപ്പിന് ശേഷമുള്ള ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ കോഹ്ലി, രോഹിത്, രാഹുൽ അടക്കമുള്ളവർക്കെല്ലാം വിശ്രമം അനുവദിച്ചതോടെ വീണ്ടും സഞ്ജുവിന് ഒരു അവസരം കൂടി കിട്ടി. യോഹന്നാസ്ബർഗിലെ ആദ്യ ഏകദിനത്തിൽ ബാറ്റിംഗിന് ഇറങ്ങേണ്ടി വന്നില്ല. 2ാം ഏകദിനത്തിൽ 12 റൺസിന് പുറത്താവുകയും ചെയ്തു. ഓരോ ഏകദിനം വീതം ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും വിജയിച്ചു. പരമ്പര തീരുമാനിക്കുന്ന 3ാം ഏകദിനം സഞ്ജുവിന് നിർണായകമായിരുന്നു. ഇന്ത്യൻ കുപ്പായത്തിൽ ഇനി കാണുമോ ഇല്ലയോ എന്ന് വിധി കുറിക്കുന്ന മത്സരമായിരുന്നു അത്. പക്ഷേ അന്ന് പാളിലെ ബോളൻ പാർക്കിൽ സഞ്ജു ഉയർത്തുപൊന്തി. ഇന്ത്യയെ ഒറ്റയ്ക്ക് താങ്ങിയെടുത്ത ഒരു ഉഗ്രൻ ഇന്നിംഗ്സ്. കൂടെ ഏകദിനത്തിലെ ആദ്യ സെഞ്ചുറിയും പ്ലെയർ ഓഫ് ദി മാച്ച് ഇന്നിംഗ്സും. KL രാഹുലിനൊപ്പം സഞ്ജു ഏകദിന ടീമിൽ സ്ഥിര സാന്നിധ്യമാകുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. അടുത്ത 6 മാസത്തേക്ക് ഇന്ത്യക്ക് ഏകദിന ഷെഡ്യൂളില്ലായിരുന്നു. അതിനിടയിൽ കോച്ചിങ് സ്ഥാനത്തു നിന്നും ദ്രാവിഡ് മാറി ഗംഭീർ എത്തി. ഗംഭീറിൻ്റെ പ്ലാനുകളാണെങ്കിൽ വേറെയുമായിരുന്നു. അവസാന മത്സരത്തിൽ സെഞ്ചുറി അടിച്ചിട്ടും ഏകദിനത്തിൽ സഞ്ജുവിന് ഇടം ലഭിച്ച, മറിച്ച് 2020ൽ പുതിയൊരു റോൾ ഏൽപ്പിച്ച് നൽകുകയും ചെയ്തു. ചാമ്പ്യൻസ് ട്രോഫിയിലും രാഹുലിനൊപ്പം ഋഷഭ് പന്താണ് ടീമിൽ ഇടം പിടിച്ചത്.